ചില ആൾക്കാർ എത്ര കഴിച്ചാലും ഇറ്റ് ജസ്റ്റ് ഡസൻ എഫക്ട് ദ ബോഡി. ബട്ട് ചില ആൾക്കാർ അതൊന്ന് വെള്ളം കുടിച്ചാൽ തന്നെ ആ ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പൊ അതെന്താ ഇങ്ങനെ? ഹംറ്റി ഡംറ്റി കണ്ടിട്ടുണ്ടോ? ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു ടെക് സാവി ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പേരാണെന്ന് തോന്നുന്നു. പക്ഷെ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കാര്യമാണ്. ഇത് നമുക്ക് ഡെയിലി ഒരു 0 കോസ്റ്റിൽ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. So how can this biohacking help in their growth, especially hormone variation, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും ബയോഹാക്കിംഗ്? സോ 0 കോസ്റ്റ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ 5 കാര്യങ്ങളെ പറ്റി പറയാം. Hi everybody, welcome back to the channel. We are back with an amazing topic, a topic that is transforming the global health, and we have one of the best in the field, Dr. Kavita Ellis, cosmetic gynecologist, regenerative medicine and women wellness expert, and founder of Indriya Wellness, Kakanad, Kochi. Welcome, Doctor, to the show. താങ്ക് യു. Thank you so much for being here. And ഇന്നത്തെ ടോപ്പിക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്, ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ആഡ് ലോട്ട് ഓഫ് വാല്യൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ സിമ്പിൾ ഓർ ബേസിക്സ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ബയോ ഹാക്കിംഗ്? ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു ടെക് സാവി ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പേരാണെന്ന് തോന്നുന്നു. പക്ഷെ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ ഒരു ചുറ്റുപാടുകൾ, നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റ്സ്, ഇത് എല്ലാം വെച്ച് നമുക്ക് നമ്മുടെ ബോഡി കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആക്കുന്ന ഒരു രീതിയാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. വി ആർ മേക്കിംഗ് അവർ ബോഡി ലേൺ ടു ബി എ ബെറ്റർ വേർഷൻ. നമ്മൾ നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ നമ്മുടെ ഹെൽത്തിലും നമ്മുടെ സ്ലീപ്പിലും എല്ലാത്തിലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതാണ് ബയോ ഹാക്കിംഗ്. ബയോ ഹാക്കിംഗ് ഒരു പുതിയ ടേം ആണോ? റീസൺ ബീങ് ഇറ്റ്സ് ആക്ച്വലി ട്രെൻഡിങ് ദീസ് ഡേയ്സ്. അതിപ്പോ റീസെന്റ് വന്ന ഒരു കോൺസെപ്റ്റ് ആണോ, ആൻഡ് ഹൗ ഇസ് ഇറ്റ്? നമുക്കുണ്ടായിരുന്ന കുറെ ഹാബിറ്റ്സ് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ നിന്ന് മാറിപ്പോയി. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ കുറച്ചും കൂടെ വെൽനെസ് ഓറിയന്റഡ് ആയിട്ട് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഒരു എറയില് നമ്മുടെ ഹെൽത്തിനെ പറ്റി കുറച്ചുകൂടെ ആൾക്കാർ ബോധവാന്മാരാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ബയോ ഹാക്കിങ്ങിന് ഒരു റിലവൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർക്ക് ഹാബിറ്റ് മാറി. IT പ്രൊഫഷണൽസ് ആണ് കൂടുതൽ. അവരുടെ ഒരു സ്ലീപ്പ് ഡിസ്ട്രപ്ഷൻ എന്തായാലും ഉണ്ട്. ഒരു ആഫ്റ്റർ 9 ഡിന്നർ ലേറ്റ് ആയിട്ട് കഴിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു സിർക്കേഡിയൻ റിതമിനെ അലൈൻ ചെയ്തിട്ടുള്ള ജീവിതമല്ല. പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് മൂവീസ്, ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ്. ചില ആൾക്കാർ പറയാറുണ്ട്, എത്ര എക്സസൈസ് ചെയ്തിട്ടും എൻ്റെ ബെല്ലി ഫാറ്റ് കുറയുന്നില്ല, ഭയങ്കരമായിട്ട് ഡയറ്റ് എടുക്കുന്നു, പക്ഷെ സ്റ്റിൽ ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ. PCOD, പിന്നെ ഡയറ്റിന്റെ പ്രശ്നങ്ങൾ കാരണം PCOD, തൈറോയിഡ്, പിന്നെ പ്രീ മെൻസ്ട്രൽ ഒരു സിംറ്റംസ്, ഇതെല്ലാം കുറച്ച് കൂടുതലാണ്. ഈ ഇത്രയും സിംറ്റംസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ ബയോ ഹാക്കിങ്ങിന് ഡെഫിനറ്റ്ലി റിലവൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ലോട്ട് ഓഫ് ഡിസീസസ്. So what all diseases can biohacking help? So it's not only about diseases. It will change our way, how our life is going to be. അതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഡിസീസസ് ലൈക്ക് മെറ്റബോളിക് ഡിസീസസ് ലൈക്ക് PCOD, ഡയബറ്റിസ്, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഇതിനെല്ലാം ഒരു ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അപ്പൊ അത് തന്നെ ഒരു വേ ഓഫ് ബയോ ഹാക്കിംഗ് ആണ്. ഇപ്പൊ സിമ്പിൾ കാര്യങ്ങളാണ്. ലൈക്ക് നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്നു, നമ്മൾ നമ്മുടെ ഒരു സിർക്കേഡിയൻ റിതം അലൈൻ ചെയ്യുമ്പോൾ മോർണിംഗ് ഒരു 9 to 7 ആ ഒരു ടൈമിനിടയിൽ നമ്മൾ ഫുഡ് കഴിക്കുക. പക്ഷെ ഒരു ആഫ്റ്റർ 9 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു അറൌണ്ട് 9 ആൻഡ് ബിഫോർ 7 നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യുക. പിന്നെ ലേറ്റ് ആയിട്ട് ഒരു 9 മണിക്ക് ശേഷം ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കുറച്ച് കുറയ്ക്കുക. ഏർലി മോർണിംഗ് സൺലൈറ്റ്, അതെ, സ്ക്രീൻ ടൈം, ഏർലി മോർണിംഗ് സൺലൈറ്റ് ഒരു 7 മണി ആ സമയത്തുള്ളൊരു സൺലൈറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 10 minutes കൊള്ളാൻ ശ്രമിക്കുക. എക്സസൈസ് ഡെഫിനറ്റ്ലി, നിങ്ങൾ ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതിലും ഒരു മൂവ്മെന്റ്, മൈക്രോ മൂവ്മെന്റ്സ് ഡെഫിനറ്റ്ലി ആഡ് ഓൺ ചെയ്യും. അപ്പൊ മൈക്രോ മൂവ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ PCOD സ്ത്രീകൾക്കാണെങ്കിൽ, PCOD ഉള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് അവർ കൂടുതലും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ജിമ്മിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട്, പക്ഷെ പിന്നെ ബാക്കി സമയം അവർ അനങ്ങാതിരിക്കുന്നു. അപ്പൊ ആ ഒരു മൈക്രോ മൂവ്മെന്റിനെയാണ് നീറ്റ് എന്ന് പറയുന്നത്. നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. ആക്ടിവിറ്റി കൊണ്ട് മാത്രം അവരുടെ ബോഡിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, എക്സസൈസ് ഇല്ലാത്ത സമയത്ത്. ഫോർ എക്സാമ്പിൾ, ഫോൺ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക,
ജസ്റ്റ് ടേബിളിൽ നിന്ന് അങ്ങോട്ട് പോയി അപ്പുറത്തെ ഒരാളോട് സംസാരിക്കുക. ഇപ്പൊ ഓഫീസ് ടൈമിലാണെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ നിലയിലെ വാഷ്റൂം യൂസ് ചെയ്യുക, കുറച്ച് ദൂരെ പാർക്ക് ചെയ്യുക, കുറച്ച് ദൂരെ നടക്കുക. അപ്പൊ നമ്മൾ അറിയാതെ അതെ, അറിയാതെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി കൂടുന്നു. പിന്നെ ഗ്രോസറി ക്യാരി ചെയ്യുക, നിങ്ങൾ മറ്റേ ഇത് ട്രോളി യൂസ് ചെയ്യാതെ കുറച്ചപ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് വരുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആണ്. ഈ മൈക്രോ മൂവ്മെന്റ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഈ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്കെങ്കിലും തോന്നാം that it is linked with a lot of luxury, or maybe it's for just tech savvy people, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്പോർട്സ് പീപ്പിൾ കൊള്ളതാണെന്ന് തോന്നും. അപ്പൊ ഇത് കോമൺ ആൾക്ക് എത്ര റിലേറ്റ് ചെയ്യാൻ പറ്റും? കോമൺ ആൾക്കാർക്ക് ഇത് നമുക്ക് ഡെയിലി ഒരു 0 കോസ്റ്റിൽ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ ഒരു 45-50 ഇയേഴ്സ് ആകുമ്പോഴാണ് അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുന്നത്. ലൈക്ക് സ്ട്രെസ് കുറയുന്നു, കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ കുറയുന്നു. അതിന് ഈ ഒരു 38 ഇയേഴ്സ് 35 to 40 ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ, പിന്നെ ഏജിങ് പാരന്റ്സ് കാണും, വർക്ക് ലൈഫ് സ്ട്രെസ്, ഇതെല്ലാം കഴിയുമ്പോഴാണ് അവർക്ക് ശരിക്കും ഈ ഒരു സമയത്താണ് ആക്ച്വലി അവർക്ക് ബയോ ഹാക്കിംഗ് അവരുടെ ബോഡിയിൽ അവരുടെ ഒരു ലൈഫിൽ കൊണ്ടുവരേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ചേഞ്ചസ് വരുത്തിയാൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഭയങ്കര ഡിഫറൻസ് ഇൻ ലോഞ്ചിവിറ്റി ആൻഡ് വെൽനെസ് വരും. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതിന് വലിയ ടെക്സാവി ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നില്ല. ടെക്സാവി മീൻസ് നമുക്കിപ്പോ ഒത്തിരി ഗാഡ്ജറ്റ്സ് നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കും, ലൈക്ക് മറ്റേ റിങ്സ്, ഓറ റിങ്സ്, ഗ്ലൂക്കോസ് മോണിറ്ററിങ്, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, അതന്നെയാണ് CGM എന്ന് പറയുന്നത്. പിന്നെ HRV, ദാറ്റ് ഇസ് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി മെഷർ ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഡെയിലി നമ്മുടെ ഒരു റൊട്ടീനിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് സിർക്കേഡിയൻ റിതം അലൈൻമെന്റ്. സിർക്കേഡിയൻ റിതം മീൻസ് നമ്മുടെ ഡേ നൈറ്റ് നമ്മൾ ഒന്ന് റെസ്പെക്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ലേറ്റ് നൈറ്റ് സ്നാക്കിങ് അവോയ്ഡ് ചെയ്യുക, ഏർലി മോർണിംഗ് ഉള്ള ഒരു സൺലൈറ്റ്, രാവിലെ എണീച്ച് കോഫി, ഇതൊരു സിമ്പിൾ കാര്യമാണ്. അപ്പൊ നമുക്ക് രാവിലെ എണീച്ച ഉടനെ കോഫി കുടിക്കുക. ഇതൊരു 1 hour ലേറ്റർ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എണീക്കുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും. ഇപ്പൊ ലേറ്റ് ആയിട്ട് ഒരു ഷുഗർ ഫ്രീ കോഫി കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതൊരു ലോങ് ടേമിൽ നിങ്ങളുടെ ഫാറ്റി ലിവറിനെയും ഇൻസുലിൻ റെസിസ്റ്റൻസും ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് ബെസ്റ്റ് പ്രാക്ടീസസ് വിച്ച് വിൽ ഹെൽപ്പ് അവർ ബോഡി. സോ ഈവൻ ഇതിന് വേണ്ടി നമുക്കൊരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നില്ല. ഈവൻ ഒന്നും നമുക്ക് മോണിറ്റർ ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മെൻ ആൻഡ് വിമൻ മാത്രമല്ല, ദിസ് ക്യാൻ ബി ഈവൻ അഡാപ്റ്റഡ് ബൈ സ്റ്റുഡൻസ്. ഇപ്പൊ എക്സാംസ് ഒക്കെ വരാൻ ഇവരുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും അവർക്കൊരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഡോക്ടർ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു അബൌട്ട് വിമൻ, അവർ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാം. സോ ഐ എം വെരി ഷുവർ അവിടെ ലോട്ട് ഓഫ് വിമൻ ഔട്ട് ദർ. So how can this biohacking help in their growth, especially hormone variation, avade health issues, idakke tackle cheyan engane help cheyum biohacking? ഇതൊരു വർക്കിംഗ് വിമന് മാത്രമല്ല, ഈവൻ ഹൗസ് വൈഫ്സിന് പോലും ഇത് ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമ്മളൊരു മെൻ ആൻഡ് വിമന്റെ ഹോർമോൺസ് ചേഞ്ച് നോക്കുവാണെങ്കിൽ മെന്നിന് കുറച്ചുകൂടെ ലീനിയർ ആയിട്ടുള്ള മെറ്റബോളിസം ആണ്, വിമൻ അങ്ങനെ അല്ല. നമുക്കൊരു സൈക്ലിക്കൽ ആണ്. നമ്മൾ സൈക്ലിക്കൽ മെറ്റബോളിസം മീൻസ് നമ്മുടെ ഹോർമോൺ സൈക്കിൾസിനെ തന്നെ നമ്മുടെ മെറ്റബോളിസിനെ അഫക്ട് ചെയ്യും. ലൈക്ക് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി പീരീഡ്സും സെക്കൻഡ് ഹാഫ് ഓഫ് ദി പീരീഡ്സിൽ നമ്മുടെ ഒരു പീക്ക് ആയിട്ടുള്ള ഹോർമോൺസ് ഡിഫറെന്റ്. സോ അത് തന്നെ നമ്മുടെ സ്റ്റിറോയിഡ് ലെവൽസിനെയും ഇൻസുലിനെയും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ജെന്റിൽ ആൻഡ് ഹോർമോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിതം ഓർ ബയോഹാക്കിംഗ് മെത്തേഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ വിമന് നല്ലത്. സിമ്പിൾ തിങ്സ് ലൈക്ക് രാവിലെ എണീക്കുക, ഒന്ന് ആ സൺലൈറ്റ് കൊള്ളുന്നത് തന്നെ ഈവൻ PCOക്കാർക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും. തൈറോയിഡ് ഇഷ്യൂസ്, ഹെയർ തിന്നിങ്, സ്ലീപ്പ് റിതം റെഗുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ഇംപ്രൂവ് ചെയ്യും, ഹെയർ ഫോളിന് ഇംപ്രൂവ് ചെയ്യും. മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ബിഫോർ കിടക്കുന്നതിന് മുമ്പ് മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഇവൻ നട്ട്സ്, സീഡ്സ് ഒക്കെ മെഗ്നീഷ്യം റിച്ച് ആണ്. ഇവൻ മെഗ്നീഷ്യം സപ്ലിമെന്റ്സ് വേണമെങ്കിലും നമുക്ക് നൈറ്റിൽ കഴിക്കാം. നിങ്ങളുടെ സ്ലീപ്പ് റിതത്തിനെയും മെലറ്റോണിൻ റിലീസിനെയും സഹായിക്കും, കോർട്ടിസോൾ ലെവൽസിനെ കുറയ്ക്കും. ഇതെല്ലാം നമ്മുടെ ബെല്ലി ഫാറ്റിനെയും തൈറോയിഡ് ഇഷ്യൂസിനെയും PCODയും ടാക്കിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്, ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ മോണിറ്റർ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാം നമുക്കിപ്പം ഇപ്പൊ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കുറെ തരം ഡയറ്റ്സും കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ, ഫാസ്റ്റിംഗ്, സപ്ലിമെന്റ്സ്. അപ്പം ഈ ഹൈ ഡോസ് സപ്ലിമെന്റ്സ് ഇതൊക്കെ ഡെഫിനറ്റ്ലി നമ്മളൊരു ഓവർ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസിന്റെ മോണിറ്ററിങ് വേണം. പ്രത്യേകിച്ച് ഡയറ്റ്സ്, ഈ ഭയങ്കര ഫാൻസി ഡയറ്റ്സും ഹൈ ഡോസ് സപ്ലിമെന്റ്സും ഇത് ബാഡ് ആണെന്നല്ല, പക്ഷെ ഓൾവേസ് നമ്മൾ നമ്മുടെ മൈക്രോന്യൂട്രിയൻസിനെ മോണിറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് സപ്ലിമെന്റ്സ് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ. അപ്പൊ ഈ ബയോ ഹാക്കിങ്ങിന് സ്പെസിഫിക് ഫുഡ് ഒക്കെ ഉണ്ടോ? സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ദ ലൈഫ് സ്റ്റൈൽ ഇസ് ചേഞ്ചിങ് എ ലോട്ട്. പണ്ടൊന്നും ഈ ബ്രോക്കലിയും ലെറ്റ്യൂസും അതൊന്നും ഇല്ലായിരുന്നു, ബട്ട് ഇറ്റ്സ് സെറ്റ് ടു ബി ഹെൽത്തി.
So is it also a part of biohacking, or how is it? സോ ഇപ്പൊ ഫാൻസി ഡയറ്റ്സ് ആണ്. ഇപ്പൊ ബ്രൊക്കോളി ഒന്നും ഇല്ലാത്തടത്ത് നമുക്ക് ബ്രൊക്കോളി നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിക്കാൻ. പക്ഷേ നോർമൽ ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തിലും നമുക്ക് ബ്രൊക്കോളി അത്ര അവൈലബിൾ അല്ല. കിട്ടും, പക്ഷെ ഇറ്റ്സ് നോട്ട് സോ ഈസി. ശരിക്കും കേരള ഡയറ്റ് സോ ബ്ലെസ്ഡ്. നമുക്ക് ഇഷ്ടംപോലെ ആന്റി ഇൻഫ്ലമേറ്ററി സ്പൈസസ് ആണ് നമ്മുടെ ഡയറ്റിലുള്ളത്. കുരുമുളക്, മഞ്ഞള്, ഇതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ഈവൻ നമ്മുടെ കറി ലീവ്സ്, ഇതെല്ലാം ഇഷ്ടം പോലെ ബയോന്യൂട്രിയൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈവൻ വിതൗട്ട് സ്പൈസസ് തന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈവൻ സാലഡ്സിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ഇത് വി ഷുഡ് നോട്ട് ഗോ ബിഹൈൻഡ് വെസ്റ്റേൺ ഡയറ്റ്സ് ഓർ വെസ്റ്റേൺ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡിലോട്ട് പോകണം എന്നില്ല. നമ്മുടെ ഡയറ്റിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് വിമൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ടുവേർഡ്സ് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നമ്മൾ ഡെയിലി ഡയറ്ററി ഹാബിറ്റ്സിൽ ഇപ്പം നമ്മളിപ്പോ രാവിലെ പുട്ടുകടല, ഇപ്പൊ കടല കുറച്ച് കൂടുതൽ കഴിക്കാൻ, പ്രോട്ടീൻ ഫസ്റ്റ്, ആദ്യം പ്രോട്ടീൻ പിന്നെ കാർബ്സ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കും. ഇപ്പൊ ചില ഡയറ്റ്സിൽ നമ്മൾ നോ കാർബ് ഡയറ്റിലുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു ബോഡി മെറ്റബോളിസത്തിന് പെട്ടെന്ന് അത് എഫക്ട് ചെയ്യും. അപ്പൊ ഇത് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാക്കുന്നു, ഫറ്റീഗ് വരും, ക്രേവിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കാർബ്സ് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഹെൽത്തി കാർബ്സ് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ പ്രോട്ടീൻ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഡെഫിനറ്റ്ലി കുറയും. അപ്പൊ ഈ ബയോഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഫുഡ്, nature, ഇതൊക്കെ ഉള്ളോ? What else is there in biohacking? So many methods of biohacking, like nutrient biohacking, genetic biohacking, clinical biohacking, environmental biohacking. ഇപ്പൊ ഇങ്ങനെ കുറെ വേരിയേഷൻസ് ഉണ്ട്. എൻവയോൺമെന്റൽ ബയോഹാക്കിംഗ് മീൻസ് ഈ സൺലൈറ്റ്, മോർണിംഗ് സൺലൈറ്റ്, ഗ്രൗണ്ടിങ് വെറും തറയിൽ സ്ലിപ്പേഴ്സ്. അപ്പൊ ഇത് നമ്മുടെ ആ നെഗറ്റീവ് ചാർജസിനെ ബോഡിയിലുള്ള ആ ഇലക്ട്രോൺ ബാലൻസിനെ കറക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഏർത്ത് നമ്മൾ ആരും തറയിൽ ചവിട്ടി നടക്കുന്നില്ല, എപ്പോഴും നമ്മൾ സ്ലിപ്പേഴ്സ് ഇടുന്നു. ഈവൻ വീട്ടിനകത്താണ് കുട്ടികളോട് നമ്മൾ ഈ ഗ്രൗണ്ടിങ് പാഡ്സ് അവൈലബിൾ ആണ്. ഗ്രൗണ്ടിങ് പാഡ്സ് മീൻസ് ഈ ഇലക്ട്രിക് നെഗറ്റീവ് ചാർജസ് ഉള്ള പാഡ്സ് ഉണ്ട്. ഈവൻ നമുക്ക് വീട്ടിൽ വേണമെങ്കിലും അത് കാല് വെച്ചിട്ട് ഇരിക്കാൻ പറ്റും. ദോസ് ആർ നോട്ട് വെളിയിൽ പോകുന്നില്ല, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ആൻഡ് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ചേഞ്ച് യുവർ മെറ്റബോളിസം അമേസിംഗ്ലി. സോ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ ഹാക്കിംഗ്. ജെനറ്റിക് ഹാക്കിംഗ് ഇറ്റ്സ് ആക്ച്വലി അത് ഷുഡ് ബി മോണിറ്റർഡ്. അതൊരു എക്സ്പെർട്ടൈസിൽ മാത്രമേ നമുക്ക് ജെനറ്റിക് മോണിറ്ററിംഗ് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ പെപ്റ്റൈഡ്സ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണ് മൊഞ്ചാരോ. അപ്പൊ ഇത് ഒരു ഓവർ ദി കൗണ്ടർ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഉള്ളി അണ്ടർ ക്ലിനിക്കൽ ഗൈഡൻസ് മാത്രമേ നമ്മൾ മൊഞ്ചാരോ അങ്ങനത്തെ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പെപ്റ്റൈഡ്സ് ഡെഫിനറ്റ്ലി ഹാസ് ഗോട്ട് വെരി ഗുഡ് ക്ലിനിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ട്, പ്രത്യേകിച്ച് ഫോർ പെരിമെനോപോസൽ വിമൻ and obesity, diabetes, and all peptides. And not only Mounjaro, there are so many other peptides to increase your muscle mass, to reduce your fatigue, healing, joint pain. ഇതെല്ലാം പെപ്റ്റൈഡ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഓൺലി അണ്ടർ ക്ലിനിക്കൽ ഗൈഡൻസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഡോക്ടർ, ഇപ്പൊ കുറെ ആൾക്കാരുടെ കൺസേൺ ഈ എക്സസൈസ്, മോസ്റ്റ് ഓഫ് ദം ഓൾ വർക്കിംഗ്, അവർക്ക് അത്ര സ്പേസ് ടൈമും കിട്ടാറില്ല. ഈ ഹെക്ടിക് ലൈഫിൽ പോയി എക്സസൈസ് ചെയ്തോ, അല്ലെങ്കിൽ ചില ആൾക്കാർ സ്റ്റേ അവേ ഫ്രം ഹോം, അപ്പോൾ അത് ഫുഡ് കൺട്രോളും പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഒരു ക്വിക്ക് മെത്തേഡ് ഉണ്ടോ ഒന്ന് വണ്ണം കുറയ്ക്കാൻ? ദർ ഇസ് നോ ക്വിക്ക് മെത്തേഡ്, ഉള്ളി കൺസിസ്റ്റന്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, മിക്കവരും പറയും ജിം പോകാൻ പറ്റാറില്ല, ഡയറ്റ് നോക്കാൻ ചിലപ്പോൾ പറ്റും ചിലപ്പോൾ പറ്റാറില്ല. പക്ഷെ വാച്ച് യുവർ ഡയറ്റ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് മീൻസ് നിങ്ങൾ എന്താണ് കഴിക്കുന്നത്. നിങ്ങളിപ്പോൾ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്, ഓക്കെ, അവിടെ നമുക്ക് ഭയങ്കര മധുരമുള്ള ചായ ആയിരിക്കും, നമുക്ക് പറയാം കുറച്ച് ഷുഗർ കുറയ്ക്കാം, അല്ലെങ്കിൽ ഇവൻ വിതൗട്ട് ഷുഗർ ഇടാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കടലയും പുട്ടും, കടല കൂടുതലെടുക്കൂ, പുട്ട് കുറയ്ക്കാം. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂവ്മെന്റ്, മൈക്രോ മൂവ്മെന്റ്സ് ആഡ് ചെയ്യാം. നമുക്ക് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ആക്ടിവിറ്റി തന്നെ കുറച്ചുകൂടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൂട്ടാം. നമ്മുടെ സ്ട്രെസ് ലെവൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ സ്റ്റിറോയിഡ് ലെവൽസ്, കോർട്ടിസോൾ കൂടും, അപ്പോഴാണ് ബെല്ലി ഫാറ്റ് വരുന്നത്. അപ്പൊ വയറിൽ ആ ഫാറ്റ് ആണ് എപ്പോഴും നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ടു ലൂസ്. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആക്ടിവിറ്റി ഇല്ല, സെഡൻഡറി ആയിട്ട് ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ യു ഷുഡ് ഇൻക്രീസ് യുവർ ആക്ടിവിറ്റി. സെക്കൻഡ് തിങ്, നമുക്കിപ്പോൾ പെപ്റ്റൈഡ് തെറാപ്പി for weight loss, especially for perimenopausal women and for lifestyle diseases ഉള്ള ആൾക്കാർക്ക് പെപ്റ്റൈഡ് തെറാപ്പി ഇസ് വെരി ഹെൽപ്ഫുൾ. ഹോർമോണൽ തെറാപ്പി, ഇപ്പൊ മെനോപോസ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈസ്ട്രജൻ ഡെഫിഷ്യൻസി, അതേപോലെ തന്നെയാണ് പ്രൊജസ്ട്രോൺ കുറവ്. അപ്പൊ ഇതെല്ലാം ബ്ലോട്ടിങ്ങും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കും. സോ വാട്ട് ഹോർമോൺ യു ആർ ഡെഫിഷ്യന്റ്, അത് നോക്കിയിട്ട് നമ്മൾ ആ ഹോർമോൺ സപ്ലിമെന്റ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹോർമോൺ തെറാപ്പി ഇസ് ബാഡ്. ഹോർമോൺ തെറാപ്പി ഷുഡ് ബി ഡൺ. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഹോർമോൺ തെറാപ്പി, എസ്പെഷ്യലി ആഫ്റ്റർ 35.
നമ്മുടെ ഏഷ്യൻ വിമന് മസിൽ മാസ് ഇസ് വെരി ലോ. ദേ ലൂസ് 1% ഓഫ് ദെയർ മസിൽ മാസ് എവറി ഇയർ എന്നാണ് പറയുന്നത്. സോ മസിൽ ബിൽഡിംഗ്, സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റാദർ ദാൻ ഡൂയിങ് എക്സസൈസ്, ഡെഫിനറ്റ്ലി സ്ട്രെങ്ത് ട്രെയിനിങ്. ലോട്ട് ഓഫ് പീപ്പിൾ അവർ എക്സസൈസ് ജിമ്മിൽ പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും വണ്ണം കുറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ക്വിക്ക് റിസൾട്ട് കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ബയോ ഹാക്കിങ്ങിൽ? ഡയറ്റും സ്ലീപ്പ് ന്യൂട്രീഷൻ, ഈ രണ്ട്, ഡയറ്റ് മീൻസ് ന്യൂട്രീഷൻ. സോ ന്യൂട്രീഷൻ ആൻഡ് സ്ലീപ്പ് ആൻഡ് സിർക്കേഡിയൻ റിതം ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിസൾട്ട്. നിങ്ങൾ ഈ ഒരു 2 ദിവസം ചെയ്ത് തേർഡ് ഡേ യു വിൽ ബി ഫീലിംഗ് മച്ച് ബെറ്റർ മൂഡ്, ലോ സ്ട്രെസ്, ലോ സ്റ്റിറോയിഡ്സ്. ഇത് തന്നെ നിങ്ങളുടെ ബ്ലോട്ടിങ് കുറയ്ക്കും. അപ്പൊ ഇത് നമ്മളിപ്പം ജിമ്മിൽ പോകുമ്പോഴുള്ള പ്രശ്നം, നമ്മളൊരു ജിമ്മിൽ പോയി ഇത്ര സമയം വർക്കൗട്ട് ചെയ്യുന്നു, അതിനെ ഒരു സ്ട്രെസ്സാക്കി എടുത്ത ആ ജിമ്മില് പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ജിമ്മിൽ പോകുമ്പോൾ യു ഷുഡ് എൻജോയ്, യു ഷുഡ് ഹാവ് ഗുഡ് ഹോർമോൺസ്. നിങ്ങൾ എൻഡോർഫിൻസ് റിലീസ് ആവുന്ന ഒരു എഫക്റ്റ് ആയിട്ട് കിട്ടണം. അതാണ് നിങ്ങൾക്ക് ജിമ്മിൽ പോകുമ്പോൾ കിട്ടേണ്ട ഒരു റിസൾട്ട്. അപ്പം ഇറ്റ്സ് നോട്ട് മസിൽ ബിൽഡിംഗ് മാത്രമല്ല, യു ഷുഡ് ഫീൽ ഹാപ്പി. അപ്പൊ ആ ഒരു എൻഡോർഫിൻസ് റിലീസ് ആകുമ്പോൾ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കും. പ്രത്യേകിച്ച് ഈ വയറിലെ ഫാറ്റ് കുറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സ്ത്രീകളുടെ ഒരു കൺസേൺ. ഐ തിങ്ക് ബോത്ത് മെൻ ആൻഡ് വിമൻ. ചെറിയ ചെറിയ ആക്ടിവിറ്റി, നമ്മൾ ചെറിയ ചേഞ്ചസ് ഇൻ യുവർ ബോഡി, ഡെയിലി ആക്ടിവിറ്റി ഡെഫിനറ്റ്ലി റിസൾട്ട്സ് തരും. And now finally coming to skin, is there any cosmetic വല്ല സ്കില്ലോ മാജിക്കോ ഉണ്ടോ ഈ ബയോ ഹാക്കിങ്ങിന് സ്കിന്നിന് വേണ്ട? ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, സ്ലീപ്പ് റിതം ഡിസ്റ്റർബൻസ് കറക്റ്റ് ചെയ്യാൻ ശരിയാക്കാൻ പറ്റും. പിന്നെ ക്ലിനിക്കൽ ബയോ ഹാക്കിങ്ങിലാണ് നമ്മുടെ PRP ആൻഡ് എക്സോസോംസ് വരുന്നത്. PRP പ്ലേറ്റ് റിച്ച് പ്ലാസ്മ ആക്ടിവേറ്റഡ് PRP എന്നാണ് എക്സോസോംസ് കിട്ടുന്നത്. സോ ഇത് നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയെ റിലീസ് എടുത്തിട്ട് അത് നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ്. സോ ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ഔട്ട്സൈഡ്, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. നിങ്ങളുടെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് PRP എടുക്കുന്നത്. So this will regenerate your tissues. This will regenerate your cells and give you better glow. Especially for hair, skin, joints. ഇതിനെല്ലാം PRP and exosomes. ഇതാണ് ഒരു next gen regeneration medicine. So it is not. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കേൾക്കുമ്പോൾ ബയോ ഹാക്കിംഗ് സീംസ് ലൈക്ക് എ ഫ്യൂച്ചറിസ്റ്റിക്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഡെഫിനറ്റ്ലി. ഇപ്പൊ ഇനി നമുക്ക് വി കാണ്ട് അഫോർഡ് ടു ബി ഇൽ. നമ്മളെ വെൽനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ഏജിങ് നമുക്ക് പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഷുഡ് റിവേഴ്സ് യുവർ ഏജിങ് or ആന്റി ഏജിങ്. ഇറ്റ് ഇസ് ലൈക്ക് ഇന്റലിജന്റ് ഏജിങ്. യു ഷുഡ് ഏജ് ഇന്റലിജന്റ്ലി. അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് എല്ലാവർക്കും ഒരു അബവ് 50, 45, 50 ആണ്. ആ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫിൽ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ വി ആർ ലോസ്റ്റ്. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യാനാണ് ദാറ്റ് വി ഷുഡ് യൂസ് ബയോ ഹാക്കിംഗ് ടു ഹെൽപ്പ് us achieve our goals and to achieve longevity. That is the use of biohack. ചില ആൾക്കാർ എത്ര കഴിച്ചാലും ഇറ്റ് ജസ്റ്റ് ഡസന്റ് എഫക്ട് ദ ബോഡി. ബട്ട് ചില ആൾക്കാർ അതൊന്ന് വെള്ളം കുടിച്ചാൽ തന്നെ ആ ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പൊ അതെന്താ ഇങ്ങനെ? ഹംറ്റി ഡംറ്റി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഹംറ്റിയും ഡംറ്റിയും സെയിം ഫുഡ്, സെയിം ലൈഫ് സ്റ്റൈൽ. പക്ഷെ ഹംറ്റി ആൻഡ് ഡംറ്റി ഡിഫറെന്റ് ഫിനോടൈപ്സ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഫുഡാണ് കഴിക്കുന്നതിൽ ദ ബോഡി റെസ്പോൺസ് ഡിഫറെന്റ്ലി. അതിന്റെ കാരണം അവരുടെ തന്നെ മെറ്റബോളിസം ഇസ് ഡിഫറെന്റ്. ലൈക്ക് സം വിമൻ ദേ മെറ്റബോളൈസ് കാർബോഹൈഡ്രേറ്റ്സ് വെൽ. അപ്പൊ അവർക്ക് എത്ര ചോറ് കഴിച്ചാലും വണ്ണം വെക്കില്ല. ചിലർക്ക് ഫാറ്റ് മെറ്റബോളിസം പൂർ ആയിരിക്കും. അപ്പൊ അവർക്ക് കുറച്ച് ബിരിയാണി തന്നെ ഒരു കാൽ പ്ലേറ്റ് കഴിച്ചാൽ പോലും നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അപ്പൊ അത് അവരവരുടെ ഓരോരുത്തരുടെ ബോഡി മെക്കാനിസം ആണ്. ചിലർക്ക് കഫീൻ കാപ്പി കുടിച്ചാലേ രാവിലെ ഒന്ന് ഉണർന്നിരിക്കത്തുള്ളൂ. ചിലർക്ക് കോഫി കുടിച്ചാൽ അപ്പൊ തന്നെ മൈഗ്രെയിൻ വരും. ഇത് ഓരോരുത്തരുടെ മെറ്റബോളിസം ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല. സോ എല്ലാ ഡയറ്റും ഓരോരുത്തരുടെ ബോഡിയിൽ ഡിഫറെന്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ബേസിസ് ഫോർ നമ്മളിപ്പോ നമ്മളിപ്പോ വെസ്റ്റേൺ ഡയറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഡയറ്റ്സ് പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡിക്ക് ഏത് ഡയറ്റ് ആണ് പറ്റുന്നത് അത് നിങ്ങളൊരു എക്സ്പെർട്ടിനെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ ഹോർമോൺ ലെവൽസ്, നിങ്ങളുടെ ഏജ്, ഈവൻ ഫോർ മെന്നിന് മെനോപോസ് നോട്ട് ഓൺലി ഫോർ വിമൻ, ആൻഡ്രോപോസ് ഇസ് ദെയർ ഫോർ മെൻ ഓൾസോ. അപ്പൊ അവരുടെ ഹോർമോൺസും ഡിഫറെന്റ് ആണ്. ദെയർ ടെസ്റ്റോസ്റ്ററോൺസ് ഫോൾ ആഫ്റ്റർ 40. സോ അവരുടെ മെറ്റബോളിസവും ചേഞ്ച് ചെയ്യും. സോ ഇത് മനസ്സിലാക്കി വേണം നമ്മളൊരു ഡയറ്റ് ആൻഡ് എക്സസൈസ് പ്ലാൻ ഓർ ബയോ ഹാക്കിംഗ് മെത്തേഡ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഈ ആന്റി ഏജിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭയങ്കര ഹൈപ്ഡ് ആണ് ഇപ്പോ. So അതിൽ how can biohacking contribute? So anti-aging, where does aging show first? On your face? On your skin. On your face. That is where you should start. സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കൊളാജൻ ആണ്. സോ കൊളാജൻ നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം. കൊളാജൻ സപ്ലിമെന്റ്സ് നമ്മളിപ്പോൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ മോർ ദാൻ ദാറ്റ് നമ്മുടെ ബോഡി തന്നെ റീജനറേറ്റ് ചെയ്ത് വരണം. സോ സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. Improve your nutrition, improve your skin, hydration, circadian rhythm,
ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ് കുറയ്ക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഈവൻ വൈൻ നല്ലതാണ്, നോട്ട് ബിയർ. എമംഗ് ആൽക്കഹോൾസ് വൈനാണ് നല്ലത്, Better. അങ്ങനെയാണ്. നോട്ട് ലൈക്ക് വൈൻ ഇസ് ഗുഡ്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ വി ഷുഡ് നോട്ട് കൺവേർട്ട് വാട്ട് വി ലൈക്ക്, അതിനെ അങ്ങനെ രീതിയിലോട്ട് മാറ്റാൻ പാടില്ല. അപ്പൊ ഇത് ചോദിച്ചത് ഏത് രീതിയിലാണ് സ്കിൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് ഒരു ദാറ്റ് ഇസ് ദ ന്യൂട്രീഷൻ പാർട്ട്, അല്ലെങ്കിൽ ഒരു There are a lot of products available, but most of it has some negative flaws. പക്ഷേ while we were speaking, the more information I got is biohack is like more nature friendly. അപ്പൊ അത് വെച്ച് എങ്ങനെ ഇതൊക്കെ ചെയ്യും? ഇപ്പം ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അതല്ലാതെ ക്ലിനിക്കലിയും ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട്, ലൈക്ക് ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്, റേഡിയോ ഫ്രീക്വൻസി ഡിവൈസസ്, ലേസേഴ്സ്. ഇതെല്ലാം നമ്മുടെ ബോഡി റീസർഫസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് യു ഗെറ്റ് എ ന്യൂ സ്കിൻ, നിങ്ങളുടെ നല്ല ഒരു ലെയർ ഓഫ് സ്കിൻ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ബോഡി തന്നെ, നിങ്ങളുടെ സ്കിൻ തന്നെ റീജനറേറ്റ് ചെയ്ത് ഒരു പുതിയ ലെയർ ഓഫ് സ്കിൻ ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ നമ്മളെ ന്യൂട്രീഷൻ ആൻഡ് സ്ലീപ്പ് കൂടെ വന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു, ഇറ്റ് മേ നോട്ട് എഫക്ട്. പക്ഷെ നമ്മളിപ്പോ ബൊട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ്. പക്ഷെ ഫില്ലേഴ്സ് ലാസ്റ്റ് ഓൺലി ഫോർ അറൌണ്ട് 12 to 18 months. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഷോട്ടിന് വി ഷുഡ് ബി റെഡി. പക്ഷെ അതിലും നല്ലത് യു ഷുഡ് മേക്ക് യുവർ ഓൺ ബോഡി റീജനറേറ്റ്. അപ്പോ ദിസ് ഇസ് ഗോയിങ് ടു ലാസ്റ്റ്. ഹൗ സേഫ് ഇസ് ഓൾ ദിസ്? ഇത് സേഫ് ആണോ? ഏത് സേഫ് ആണോ? ഈ ബൊട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സിന് ഡെഫിനറ്റ്ലി സേഫ്റ്റി പ്രൊഫൈലിനെക്കാട്ടിയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ യു ആർ ഡൂയിങ് ദിസ് അണ്ടർ എക്സ്പെർട്ട് ഗൈഡൻസ്, സോ ദേ നോ ഹൗ ടു ടാക്കിൾ ദി പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ്. പക്ഷെ സ്റ്റിൽ യു ഷുഡ് ഓൾവേസ് ഗോ ഫോർ ഓൺ ബോഡി റീജനറേഷൻ ദാൻ ഗോയിങ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് എക്സ്ട്രാ തിങ്സ്. ഇപ്പൊ ക്ലിനിക്കൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനേക്കാൾ കുറച്ചുകൂടി പ്രോമിനന്റ് ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ് ടെക് റിലേറ്റഡ് ബയോ ഹാക്കിംഗ്. അപ്പൊ അതിനെ പറ്റി കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ചോദിച്ചത് വെയറബിൾസിനെ പറ്റി, ലൈക് ഓറ, ഗ്യാബിറ്ററിങ്, പിന്നെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് യു ബിക്കം മോർ കോഷ്യസ് ഓഫ് യുവർ പ്രോബ്ലംസ്. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴേ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോകത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ യു ഫൗണ്ട് യുവർ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റീസ് ഇത് കുറവാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രോബ്ലം ഉണ്ട്, യുവർ ഗ്ലൂക്കോസ് ഇസ് നോട്ട് ഒപ്റ്റിമൽ. അപ്പൊ നിങ്ങൾക്ക് ദിസ് ബ്രിങ്സ് യു ടു ദി ഡോക്ടർ ബിഫോർ ഒരു വലിയ ഇഷ്യൂ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോകുന്നു. സോ ദാറ്റ് ഇസ് യു ഷുഡ് ദിസ് ഷുഡ് ഹെൽപ്പ് ഇൻ യുവർ ബെറ്റർ ഹെൽത്ത്, ബിക്കമിങ് സെൽഫ് അനലൈസിങ് യുവർസെൽഫ് ആൻഡ് ടേക്കിംഗ് സെൽഫ് കോൺഷ്യസ് ഓഫ് യുവർ പ്രോബ്ലം. That is the use of technology like wearables. You should not go behind wearables. രാത്രി എണിച്ച് നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് എത്രയാണ് അങ്ങനെ നോക്കാനല്ല. പക്ഷെ ഇത് നിങ്ങളെ ഒരു ഡെയിലി ബാക്കി along with other methods of biohacking, this will help. So ഈ ഡേറ്റ എത്ര ഒരു accurate ആണ്? The data that depends upon the machine or the appliance or the device you are using. But it's not like എല്ലാ ഡിവൈസും ശരിയാണ്. പക്ഷെ it should always be correlated clinically. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, സോ യു ഷുഡ് കോറിലേറ്റ്, ഇത് ഇങ്ങനെയാണോ. അപ്പൊ ക്ലിനിക്കലി നമുക്ക് നോക്കുമ്പോൾ അറിയാം. യുവർ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഭയങ്കര ഹൈ ലെവൽസ് ഓഫ് ഗ്ലൂക്കോസ് സ്പൈക്സ് കാണിക്കുന്നെങ്കിൽ യു ഷുഡ് അത് ക്ലിനിക്കലി നമുക്ക് അല്ലാത്ത മെത്തേഡ്സിൽ നോക്കിയിട്ട് അത് കൺഫേം ചെയ്തിട്ട് വേണം എപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കാൻ. റീസെന്റ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ കോസ് ഡിസീസ് ഹാസ് ബീൻ ഇൻക്രീസിംഗ് എ ലോട്ട്. So I think tech biohacking can be added a part of can be a part of monitoring. Okay. Because sleep apnea നമുക്ക് അല്ലാതെ അറിയില്ല. ഒബീസ് ആൾക്കാർക്കാണ് സ്ലീപ്പ് ആപ്നിയ നേരത്തെ പറഞ്ഞത്. ഇവൻ ഷോർട്ട് നെക്ക് ആൾക്കാർക്ക് പോലും സ്ലീപ്പ് ആപ്നിയ വരാം. സോ ദിസ് ക്യാൻ ഡിസ്റ്റർബ് യുവർ മെന്റൽ ഒരു ക്ലാരിറ്റി, ഫറ്റീഗ്, ഇതെല്ലാം നമുക്ക് ആ സ്ലീപ്പ് ആപ്നിയ കാരണം വരാം. അപ്പൊ ഇത് നമുക്ക് ആ ഒരു യുവർ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽസ് മോണിറ്റർ ചെയ്തിട്ടാണ്. അപ്പൊ ആ പെർട്ടിക്കുലർ മെഷീൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ടെക് wearable or is it different? No, ഇതെല്ലാം ഉള്ള കുറെ പാരാമീറ്റേഴ്സ് ഉള്ള wearables ഉണ്ട്. So if what is your problem, you should buy that wearable. It's not like you should എല്ലാം കൂടെ ഉള്ള wearable കാട്ടി. If you have any specific problem, then you should give more importance to that problem. So as you've already mentioned, biohacking indeed is futuristic. It taps women wellness, it taps fitness, skin, cosmetic, everything. So you'll become a better person with biohacking. So doctor, for all the people out there who want to start biohacking today, can you quickly share 5 best biohacking hacks which they can start? So zero cost നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ 5 കാര്യങ്ങളെ പറ്റി പറയാം. സിർക്കഡിൻ റിതം അലൈൻ ചെയ്ത് സ്ലീപ്പ് ചെയ്യുക, മോർണിംഗ് സൺലൈറ്റ്, പ്രോട്ടീൻ ഫസ്റ്റ്, പിന്നെ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് തിങ് ഇസ് നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി, തെർമോജനസിസ്, മൈക്രോ മൂവ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. And include magnesium, hydration, and supplements
under clinical supervision. Better lifestyle, no junk food. No junk food. That was incredible, doctor. Thank you so much for being here and sharing so valuable information. Very simple tips, but very powerful. So let us all start biohacking tips from today onwards and have a better future. Thank you so much. Thank you, doctor. Thank you.